ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷനായി മാറണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആഴത്തിൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്: സ്നേഹിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, യഥാർത്ഥമായി വിലമതിക്കപ്പെടണം. പക്ഷേ അത് വെറുതെ ആഗ്രഹിച്ചു മാത്രം കിട്ടുന്ന കാര്യമല്ല, അത് സമ്പാദിക്കണം. നിങ്ങളുടെ ബാഹ്യ സൗന്ദര്യം, പണം, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഇവയൊന്നും അല്ല യഥാർത്ഥ ആകർഷണം. അത് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ വ്യക്തിത്വമാണ്. ഓരോ ബന്ധത്തെയും ഒരു വലിയ സാഹസിക യാത്ര പോലെ സങ്കൽപ്പിക്കൂ. നിങ്ങൾ സ്വന്തം ആത്മാവിനുള്ളിലെ മറഞ്ഞിരിക്കുന്ന നിധികൾ കണ്ടെത്തുന്ന യാത്രികനാണ്. പക്ഷേ ഈ യാത്രയ്ക്ക് ശരിയായ മാർഗനിർദ്ദേശം വേണം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് 10 പ്രധാനമായ പാഠങ്ങളാണ്. ഇത് വെറും മോട്ടിവേഷണൽ സ്പീച്ചല്ല. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിവുള്ള ശക്തമായ ജ്ഞാനമാണ്. ശ്രദ്ധയോടെ കേൾക്കൂ. ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തയ്യാറാവുക. നമുക്ക് തുടങ്ങാം. 1. നിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുക. ഞാൻ പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നിന്റെ നിയന്ത്രണത്തിലുള്ളത് മാത്രം ശ്രദ്ധിക്കുക എന്നതാണ്. നിന്റെ സ്വയം മൂല്യം പൂർണ്ണമായും നിന്റെ കയ്യിലാണ്. ഇത് സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളോ, ഒരു പെൺകുട്ടി മെസ്സേജ് ചെയ്തോ, അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ ഇഷ്ടപ്പെട്ടോ എന്നതിനെ ആശ്രയിച്ചല്ല. നിന്നെ ഒരു അപൂർവ രത്നം പോലെ സങ്കൽപ്പിക്കൂ. ചിലർ അതിന്റെ മുന്നിൽ നിന്ന് നോക്കി നടന്നു പോകും. അത് ആ രത്നത്തിന്റെ മൂല്യം കുറയ്ക്കുന്നില്ല. നിന്റെ മൂല്യം മറ്റുള്ളവരുടെ അംഗീകാരത്തിനെ ആശ്രയിച്ചല്ല. നിന്റെ തത്വങ്ങൾ, സത്യസന്ധത, കരുണ, ആത്മനിയന്ത്രണം ഇവയാണ് നിന്നെ യഥാർത്ഥമായി മികച്ചവനാക്കുന്നത്. ഭൂരിഭാഗം പുരുഷന്മാരും ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യുന്നതിനെ ജീവിതലക്ഷ്യമാക്കി മാറ്റുന്നു. അതാണ് വലിയ തെറ്റ്. നിന്റെ യഥാർത്ഥ മൂല്യം നീ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ളവരും അത് മനസ്സിലാക്കൂ. 2. അന്തസ്സോടെ സ്വയം അവതരിപ്പിക്കുക. നിന്നെത്തന്നെ ബഹുമാനിക്കുന്ന രീതിയിൽ ജീവിക്കുക. ഒരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിന്റെ സ്വഭാവം, സംസാരം, ഡ്രസ്സിംഗ് എല്ലാം മാറ്റി നടിക്കേണ്ടതില്ല. നിനക്ക് ബുക്കുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് സ്വതന്ത്രമായി കാണിക്കൂ. നിനക്ക് ഏതെങ്കിലും കാര്യത്തിൽ പാഷൻ ഉണ്ടെങ്കിൽ അത് മറച്ചുവെക്കേണ്ടതില്ല. യഥാർത്ഥമായിരിക്കുമ്പോൾ നിനക്ക് സ്വയം സുഖമായി തോന്നും. അത് മറ്റുള്ളവരിലേക്കും പ്രതിഫലിക്കും. നിന്റെ സമയത്തിനും ഊർജ്ജത്തിനും വില കൽപ്പിക്കുക. സ്വയം ബഹുമാനിക്കുന്ന മനുഷ്യനെ മാത്രമേ ലോകം ബഹുമാനിക്കൂ. 3. നോൺവെർബൽ ആശയവിനിമയത്തിന്റെ കല. എല്ലാം ഒറ്റയടിക്ക് കൊടുത്തു അവസാനിപ്പിക്കരുത്. ഞാൻ പറയുന്നത് എപ്പോഴും ലഭ്യമായിരുന്നാൽ മൂല്യം കുറയുമെന്നാണ്. നിന്റെ സമയം, ശ്രദ്ധ, വികാരങ്ങൾ എല്ലാം വിലപ്പെട്ടതാണ്. നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുക, പക്ഷേ അമിതമാവാതെ. എല്ലാവരോടും എപ്പോഴും ലഭ്യമാവാതിരിക്കുക. നിന്റെ ഊർജ്ജം സ്വന്തം കരിയർ, ഹെൽത്ത്, അറിവ് എന്നിവയിലേക്ക് നൽകുക. ഒരു ദുരൂഹത നിലനിർത്തുക. അത് ആളുകളെ നിന്നിലേക്ക് ആകർഷിക്കും. സംസാരിക്കുമ്പോൾ കുറച്ചു മാത്രം സംസാരിക്കുക. അപ്പോൾ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ മറ്റുള്ളവർക്ക് സമയം ലഭിക്കും. 4. പോകാൻ തയ്യാറാവുക. നിനക്ക് അനുയോജ്യമല്ലാത്ത ബന്ധത്തിൽ പിടിച്ചിരിക്കേണ്ടതില്ല. ഭയം കാരണം, ഏകാന്തതയുടെ ഭയം കാരണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മെച്ചപ്പെടുമല്ലോ എന്ന പ്രത്യാശ കാരണം പലരും തെറ്റായ ബന്ധങ്ങളിൽ തുടരുന്നു. ഞാൻ പറയുന്നത് യഥാർത്ഥ ശക്തി എന്നത് നിന്റെ മൂല്യത്തിന് താഴെ ഒന്നും സെറ്റിൽ ചെയ്യാതിരിക്കാനുള്ള ധൈര്യമാണ്. നിന്റെ തത്വങ്ങൾക്ക് എതിരായ ഒരു ബന്ധമാണെങ്കിൽ ധൈര്യത്തോടെ പോകാൻ തയ്യാറാവുക. അത് വലിയ ഡ്രാമയല്ല, ശാന്തമായ ഒരു തീരുമാനമാണ്. നിന്നെ ബഹുമാനിക്കാൻ കഴിയാത്തത് വിട്ടുകളഞ്ഞാൽ മാത്രമേ നിനക്ക് യഥാർത്ഥമായത് വരൂ. 5. ബൗണ്ടറികൾ നിശബ്ദമായി സജ്ജമാക്കുക. വെറുതെ എനിക്ക് ഇത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മാത്രം മതിയാവില്ല. നിന്റെ പ്രവൃത്തികളിലൂടെ അത് കാണിക്കുക. ആരെങ്കിലും നിന്നോട് അനാദരവ് കാണിച്ചാൽ, നിന്റെ സമയം വിലമതിക്കാതിരുന്നാൽ, നിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്താൽ, ശാന്തമായി പക്ഷേ ഉറച്ചു പ്രതികരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. പ്ലാനുകൾ അവസാന നിമിഷം മാറ്റിയാൽ, വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്നാൽ, അത് അനുവദിക്കാതിരിക്കുക. നിന്റെ ബൗണ്ടറികൾ നിന്നെ ബഹുമാനിക്കുന്നവരെ മാത്രം നിന്റെ അടുത്തേക്ക് അടുപ്പിക്കും. 6. പ്രവൃത്തികൾ വാക്കുകളെക്കാൾ ശക്തമാണ്. ഒരാൾ മനോഹരമായി സംസാരിക്കുന്നത് എളുപ്പമാണ്. നീ എന്റെ ലോകമാണ്, ഞാൻ ഒരിക്കലും വിട്ടുപോകില്ല എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പം. പക്ഷേ അവരുടെ പ്രവൃത്തികൾ നോക്കൂ. വാക്കുകൾ പൊരുത്തപ്പെടുന്നുണ്ടോ? ഞാൻ പറയുന്നത് ആക്ഷൻസ് ആണ് യാഥാർത്ഥ്യം. വാക്കുകൾ കൊണ്ട് മയക്കരുത്. പ്രവൃത്തികൾ നോക്കി മനസ്സിലാക്കുക. അത് നിന്നെ വലിയ നിരാശകളിൽ നിന്ന് രക്ഷിക്കും.
7. ആരോഗ്യകരമായ സംശയബുദ്ധി വളർത്തുക. എല്ലാം അന്ധമായി വിശ്വസിക്കരുത്. ആരെങ്കിലും അതിവേഗം ഭാവി പറയുകയോ അമിതമായി പ്രശംസിക്കുകയോ ചെയ്താൽ ഒന്ന് പിന്നോട്ട് നടക്കുക. സമയം കൊടുക്കുക. പ്രവൃത്തികൾ നിരീക്ഷിക്കുക. ഇത് നെഗറ്റീവ് ആകുന്നത് അല്ല, യാഥാർത്ഥ്യബോധമുള്ളതാകുക എന്നതാണ്. നിന്റെ ഹൃദയത്തെ സംരക്ഷിക്കുക. 8. ധൈര്യത്തോടെ നോ പറയുക. നിന്റെ മൂല്യങ്ങൾക്ക് എതിരായ കാര്യങ്ങൾക്ക് ധൈര്യത്തോടെ നോ പറയാൻ പഠിക്കുക. അത് അസ്വസ്ഥത ഉണ്ടാക്കിയാലും. യഥാർത്ഥ ആളാണെങ്കിൽ നിന്റെ നിലപാടിനെ ബഹുമാനിക്കും. നോ പറയാൻ കഴിയാത്തവൻ സ്വന്തം ആത്മാഭിമാനത്തെ വിറ്റുകളയുന്നവനാണ്. 9. ഒരിക്കലും ചേസ് ചെയ്യരുത്, മൂല്യം കൊടുക്കുക. ആരെയും പിന്തുടരരുത്. ആരെങ്കിലും അകന്നു പോവുകയാണെങ്കിൽ അവരെ വിട്ടുകളയുക. നിന്റെ ഊർജ്ജം സ്വന്തം വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. നിന്റെ കരിയർ, ശരീരം, അറിവ്, ആത്മവിശ്വാസം ഇവയെല്ലാം ബിൽഡ് ചെയ്യുക. നീ ഒരു മനോഹരമായ പൂന്തോട്ടമായാൽ പൂമ്പാറ്റകൾ തന്നെ നിന്നെ തേടിവരും. ചേസ് ചെയ്യുന്നത് ഭൃത്യന്റെ ജോലിയാണ്. രാജാവ് ചേസ് ചെയ്യുന്നില്ല. 10. ആന്തരിക ശാന്തിയും സ്വയം മാസ്റ്ററിയും. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് അറിയാമോ? അത് പുറത്ത് കാണിക്കുന്ന ആത്മവിശ്വാസമല്ല, പണമല്ല, സൗന്ദര്യമല്ല, അത് അവന്റെ ഉള്ളിലെ ശാന്തിയും സ്വയം നിയന്ത്രണവുമാണ്. ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം നിന്നോട് തന്നെയുള്ള യുദ്ധമാണെന്നാണ്. നിന്റെ വികാരങ്ങളെ ജയിക്കുക, നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുക, ഏത് സാഹചര്യത്തിലും ശാന്തനായി നിൽക്കുക. നിനക്ക് റിജക്ഷൻ വന്നാലും, ആരെങ്കിലും നിന്നെ അവഗണിച്ചാലും, ബന്ധം തകർന്നാലും നീ പതറരുത്. നിന്റെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലല്ല, നിന്റെ കയ്യിലാണ്. നീ സ്വയം സന്തോഷവാനായിരിക്കുമ്പോൾ ലോകം നിന്നെ തേടിവരും. ഓരോ ദിവസവും നിന്നോട് തന്നെ ചോദിക്കുക, ഞാൻ ഇന്ന് എന്റെ മനസ്സിനെ നിയന്ത്രിച്ചോ? ഞാൻ എന്റെ വികാരങ്ങൾക്ക് അടിമയായോ? ഞാൻ എന്റെ മൂല്യങ്ങൾക്ക് വിശ്വസ്തനായിരുന്നോ? ഈ ആന്തരിക ശാന്തി നിനക്ക് ഉണ്ടായാൽ ഒരു പെൺകുട്ടി നിന്നെ വിട്ടുപോയാലും നിന്നെ തകർക്കില്ല, നിന്നെ ആർക്കും തകർക്കാൻ പറ്റില്ല. അപ്പോൾ നീ യഥാർത്ഥ രാജാവാകും. കാരണം യഥാർത്ഥ ശക്തി പുറത്തല്ല, ഉള്ളിലാണ്. ഈ 10 ശക്തമായ പാഠങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റിയാൽ ഒരിക്കലും നിങ്ങൾ ആരുടെയും പിന്നാലെ ഓടേണ്ടി വരില്ല. മറിച്ച് നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ അന്തസ്, നിങ്ങളുടെ ആന്തരിക ശക്തി ഇവയെല്ലാം കണ്ട് ആളുകൾ തന്നെ നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങൾ ഒരു രാജാവാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ നിങ്ങൾ തന്നെ ഇരിക്കുക. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷനാവാൻ തുടങ്ങുക. ഓരോ ദിവസവും ഒരു ചെറിയ ചുവട് വെക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ ജ്വലിപ്പിച്ചെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഞാൻ എന്റെ മൂല്യം മനസ്സിലാക്കി, ഞാൻ എന്റെ സാമ്രാജ്യം ബിൽഡ് ചെയ്യും, ഞാൻ ഒരു രാജാവാണ്. ഈ പ്രതിജ്ഞ നിങ്ങളുടേതാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, കാരണം നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കൂടുതൽ ശക്തമായ വീഡിയോകൾ ഉടൻ വരുന്നുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അടുത്ത വീഡിയോയിൽ കാണാം.